ഇതൊരു അഭ്യർത്ഥനയായിട്ട് മാനിച്ച് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഈ പാറമട അടച്ചു പൂട്ടിപ്പോകാനുള്ള ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നാണ് ഈ നിയമവൃത്തങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. അതെയോ, എന്നാ അമ്മച്ചി ബുദ്ധിമുട്ടാ? അമ്മച്ചിക്ക് എന്നാ പരാതിയുള്ളത്? പൊടിയുടെ ബുദ്ധിമുട്ടുണ്ടോ? പൊടിയുടെ ബുദ്ധിമുട്ടുണ്ടോ? അതെയോ, എന്താ ബുദ്ധിമുട്ടാ? എത്ര നാളായി ഞാൻ തുടങ്ങിയിട്ട്? എന്തോ ഇവിടെ പണിക്ക് വരുമ്പോഴല്ല. എവിടെ പണിക്ക് വരുമ്പോ? അവിടെ ഈ പള്ളിക്കൂടത്തിലാണോ പണിയുന്നത്? അതെയോ, എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്കോ 80 വയസ്സ്. അതെയോ, ജലദോഷം പിടിക്കും. വളരെ പ്രശ്നം. ഞങ്ങൾക്കൊരു വീട് പോലും തുറന്നിടാൻ പറ്റിയല്ല. പൊടി അടുത്ത് മുഴുവൻ പൊടിയാവും. നമ്മൾ ആഴ്ച 2-3 തുടച്ചാൽ പോലും പറ്റില്ല. പ്രായമായ അമ്മയുണ്ട്, 56 വയസ്സായി. അമ്മയ്ക്കിപ്പോൾ ഒരു 1.5 മാസത്തോളമായി ശ്വാസമുട്ടലൊക്കെ തുടങ്ങിയിട്ട്. പറമ്പിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. മരത്തെ മുഴുവൻ ഇല തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിച്ചില്ല. പൊടി വന്ന ഇലെല്ലാം അടിഞ്ഞു പൊടിയിരിക്കുക. എന്നും മണ്ണൊക്കെ നോക്കി അറിയാം. നമ്മുടെ വീട്ടിൽ കിടക്കാനാണ് എന്തുമാത്രം പൊടി അതിനകത്ത് വന്ന് കയറിയിരുന്നത്. അതുപോലെയാണ് മൊത്തം കിടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വീട് മൊത്തം മൂടിക്കെട്ടി നിൽക്കാൻ പറ്റിയല്ലോ. പ്രശ്നമാണല്ലോ. എങ്ങനെയായാലും ഞങ്ങൾക്ക് പൊടിയുടെ തീർന്നു കിട്ടണം. അതാണ് മെയിൻ കാര്യം. ഇവർ ഈ വേനൽക്കാലത്തെങ്കിലും ഒന്ന് നിർത്തി വയ്ക്കാമെങ്കിൽ നമുക്ക് പകുതി സമാധാനമുണ്ട്. വർഷക്കാലത്ത് പിന്നെ അത്രയും പൊടി പറക്കുകയല്ല. വിള്ളലും അതുപോലെ വീടിന് ചെറിയ വിള്ളലുണ്ട്. ജനലിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വിള്ളൽ. 10, 1, 4 എല്ലാ ദിവസവും ഞായറാഴ്ച വണ്ടി ഇവിടെ 4:45-5:30 ഇത്ര നാൾ ഇവിടെ പൊളിഞ്ഞാൽ കിടന്നിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വണ്ടി തിരിച്ചെടുക്കുന്ന കറകറാന്നുള്ള സൗണ്ട് നമുക്ക് റൂമിൽ കേൾക്കാം. അതുപോലത്തെ സൗണ്ട് കേൾക്കാം. അപ്പം നമ്മൾ 4 മണിയാകുമ്പോഴേക്കും നമ്മൾ എത്തി. 4-5 മണിയാകുമ്പോഴേക്കും. ടോറസ് എന്ന് പറഞ്ഞാൽ ചെറിയ ടോറസ് അതുപോലെ ചെറിയ ടോറസ് അല്ല, വലിയ ടോറസുകളും പോകുന്നുണ്ട്. സ്കൂളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 33 പിള്ളേരേ ഉള്ളൂ കൂടുതൽ. പിന്നെ നഴ്സറി ഉണ്ട് ഇവിടെ. ചെറിയ കുട്ടികളുള്ള തൊട്ടിപ്പുറത്ത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ ജനലോ കഥകോ യാതൊന്നും തുറന്നിരുന്നില്ല. കാരണം എന്നിട്ട് പോലും പൊടിയാണ്. നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ നമുക്കറിയാം. അതുപോലെ ഈ നൈസായിട്ടുള്ള പൊടിയല്ലേ കയറി വരുന്നത്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെ. എൻ്റെ വീട്ടിൽ ഇവിടെ എടുക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് വെച്ച ചേട്ടൻ താമസിക്കുന്ന അവർ പറഞ്ഞിങ്ങനെ പൊടിയും കാര്യങ്ങളാണെന്ന് പറഞ്ഞ പ്രശ്നത്തിലവിടെ 50 വർഷം ഇവരിൽ ഈ പറ ഒട്ടിക്കുന്നുള്ള ഒരാൾ പറഞ്ഞതാണ്. ഹലോ, ഇപ്പം വിളിക്കാൻ പറ്റും. വാഗണർ വണ്ടി വന്ന് കിടക്കുന്നവരാണോ പറഞ്ഞത്? മുരളിയാണ് വണ്ടി വന്ന് കിടക്കുന്നത്. ആ വാഗണർ വണ്ടി പിടിച്ചോ, കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ പറഞ്ഞതാണ്, എന്തിനാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വില വെച്ചെന്ന്. ഇവന്റെ തന്ത മേടിച്ചു കൊടുത്താണ്. ഉള്ളിടത്തല്ലേ വില വെച്ച് കിടക്കാൻ പറ്റുള്ളൂ. ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് വില വെച്ച് കിടക്കാൻ പറ്റുള്ളൂ. 50 വർഷം 60 വർഷമായത് ആ പെര അവിടെ വെച്ചിട്ട്. ഇപ്പൊ ഇന്നലെയും വെച്ച പെരയല്ല. ഇവര് മിനിങ്ങാന്ന് തുടങ്ങിയ ഒരു പരിപാടി ഇത്. അത് കഴിഞ്ഞ് അത് ചോദ്യം ചോദിക്കാനുള്ള 3 വർഷമായി. ഈ തള്ളയോട് ചോദിച്ച ചോദ്യം അവന്റെ അമ്മോട് എന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിച്ചാൽ അവൻ സമ്മതിക്കുമോ? ആ ആളിനോട് വന്ന ചുവമാർ ചോദിച്ചതാണ്, നിങ്ങൾ എന്തിനാ അവിടെ പെര ഉണ്ടെന്ന് വെച്ചായിരുന്നു. ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് പെര വെക്കാൻ പറ്റുള്ളൂ. ഇവര് മേടിച്ചു കൊടുത്തേക്കണാണോ? പറ്റൂല. അവരിലോട്ട് ഞങ്ങൾ കയറി ചെന്ന അത് വേണ്ടെന്നേ. അവരൊരു കാര്യം ചെയ്യട്ടെ, അവർ ഇങ്ങോട്ട് വന്ന് കിടക്കട്ടെ, ഇവർ അങ്ങോട്ടും പോയി കിടക്കട്ടെ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഇവരും അറിയട്ടെ. ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ 101 മനുഷ്യരുണ്ടെങ്കിൽ 90 പേർക്കും ശ്വാസമുട്ടലായിട്ടുണ്ട് ഈ പൊടിമണ്ണ. എല്ലാവർക്കും ഉണ്ട്. പെരയുടെ മറ്റേ ഈ അകലത്തിലാ വിള്ളൽ വന്നേക്കണത്. ഭിത്തിക്ക് ആണ്. ചാർട്ടം കൂടെ അന്നേരം ഇവര് ഉണ്ടാക്കി തരുമല്ലോ. അവര് ഇവിടെ എല്ലാവർക്കും മാസത്തില് ഓരോ കുപ്പി ബ്രാൻഡിയാണ്. അതുകൊണ്ട് ഈ ഇതില് 101 പേര് വൈകുന്നേരം ഇവിടെ കാണാം. അവര് കൊടുക്കുമല്ലേ, എതിര് വരരുത്. അത്ര കാര്യമുള്ളത്. അതിപ്പോ അവർക്ക് കിട്ടുന്നത് അവര് കൊണ്ട് കൊടുക്കണം. അതെ, മാസം കൊണ്ട് കൊടുക്കാം. അതും കൂടാതെ കൈമണിയുണ്ട്. അപ്പം അവര് മിണ്ടരുത്. മറ്റുള്ളവർ അനുഭവിക്കുന്നവരെ അനുഭവിച്ചിട്ട് അത്ര ഒരു കേസുള്ളൂ, വേറൊരു കേസും.
അപ്പോൾ ഇതെല്ലാം കൈക്കൂലിയുടെ പുറത്ത് ഈ നാട്ടുകാരെ എല്ലാം ഇവര് പ്രീതിപ്പെടുത്തി വെച്ചേക്കുക. അങ്ങനെ തന്നെ ഈ മദ്യം കൊടുക്കുന്നുള്ള കാര്യം കറക്റ്റാണോ? തീറാവ് എല്ലായിടത്തും ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോഴെന്നെ എത്ര പേരുണ്ടെന്നൊന്ന് നോക്കി, ഒറ്റ മനുഷ്യർ ഇവിടെ ഇല്ലാത്ത ഇവർക്ക് ഈ മാസം കിട്ടാൻ വരുവാ. തീരെ മദ്യപാനികളല്ലാത്ത ആൾക്കാർ മാത്രം, ആണുങ്ങൾ മാത്രമാണ് ഇവിടെ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം ഇവിടെയുള്ള പ്രത്യേകിച്ച് മദ്യം ഓഫർ ചെയ്യുന്നുണ്ട്. അത് കാരണം പ്രത്യേകിച്ച് കുടിയന്മാരായിട്ടുള്ള പുരുഷന്മാർ ഇവിടെ രംഗപ്രവേശനം ചെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ സ്ത്രീ ജനങ്ങൾ ഈ ചാനലിൻ്റെ ഒപ്പം കൂടെയുണ്ട്. ഈ കംപ്ലൈൻറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. എനിക്ക് 75 വയസ്സായി. 2 പിള്ളേർക്കും ഈ കൊണ്ടുവന്ന കൊച്ചിനും ശ്വാസം മുട്ടലുണ്ടായി. ആശുപത്രി കൊണ്ടുപോയി, ഉഴവൂർ ആശുപത്രിയിൽ. അതിന് മാസ്ക് മേടിച്ച് വെച്ചേക്കുക രാത്രി കൊണ്ടുപോകുമ്പോൾ വലിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്നെ നോക്കാൻ ഇപ്പം പലരും കൊണ്ട് എനിക്ക് 75 വയസ്സായില്ലേ. ആ കൊച്ചുകളും കൊണ്ടുപോയാലും ഇപ്പം ഞാൻ ഇത് പഞ്ചായത്തിലൊക്കെ ബോധിപ്പിച്ചോ? പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. എന്താണ് മെമ്പർ, നമ്മുടെ ഒരു പുതിയ മെമ്പർ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാകില്ല. അവർ എല്ലാ രീതിയിൽ സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതെയോ? പേടിപ്പീര് വല്ലതും ഉണ്ടോ? അമ്മച്ചിനെ ഭീഷണിപ്പെടുത്ത വല്ലതും ഉണ്ടോ? അടക്കളക്കകത്ത് പൊടിയാ, പൊടിയാന്ന് കാലപ്പൊടി ഈ പേര് അമ്മച്ചിയുടെ പേരെങ്ങനെയാ? സരസമ്മ അമ്മച്ചിയുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പിള്ളേരെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് ഈ അമ്മയുടെ നല്ല ഒരു എമൗണ്ടും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അമ്മയുടെ വിഷമങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. രാത്രിയിൽ 2 പിള്ളേരുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ആകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ചെറിയൊരു അസുഖമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ നമുക്കറിയാം ഒരു ചെറിയൊരു പനിയായിട്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കുറഞ്ഞത് 5000-10,000 രൂപയ്ക്കും മേടിക്കും. ജീവിക്കാനുള്ള ഒരു തന്ത്രപ്പാടിനാണ് ഈ കേരളത്തിലുള്ള ജനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അസുഖം വന്ന് ശ്വാസം മുട്ടായിട്ട് 2 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഒരു വെല്ലുമ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ. 3 പിള്ളേരുണ്ടോ? ഈ അമ്മയുടെ മോൻ കെട്ടിക്കൊണ്ട് വന്ന മോക്കും ഇതുപോലെ തന്നെ ശ്വാസം മുട്ടുണ്ട്. ഇപ്പോൾ മോൾ ഇവിടെ നിൽപ്പുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ കൂടിയാണ് ഈ പ്രദേശവാസികളെല്ലാം കടന്നു പോകുന്നത്. ഉചിതമായ ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉന്നതാധികാരികൾ ഇത് സ്വീകാര്യമായിട്ടെടുത്ത് ഈ പാറമട എത്രയും പെട്ടെന്ന് കൂട്ടിച്ചു പോയി ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് സുഗമവും സ്വസ്ഥവും സമാധാനമായിട്ട് ഈ കെഴുതിരി പ്രദേശത്ത് ജീവിക്കാനൊരു സാഹചര്യം എത്രയും പെട്ടെന്ന് അധികാരികൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വീഡിയോ ഇവിടെ നിർത്തിയല്ല, ഇതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും. ഉന്നത അധികാരികൾ ഈ കാര്യങ്ങൾ എന്ന് പരിഗണിക്കുന്നോ അന്ന് വരെ ജനങ്ങൾക്കൊപ്പം ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ നമ്മൾ നിലനിൽക്കും. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരാളുടെ കാര്യമല്ല. ഈ പ്രദേശവാസികളുടെ എല്ലാ ആഗ്രഹങ്ങളാണ് എത്രയും പെട്ടെന്ന് അത് സാധിച്ചു തരാനായിട്ട് വീണ്ടും നമ്മൾ ഉന്നതാധികാരികളോട് നിർദ്ദേശിക്കുകയാണ്.